എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണല്ലേ ശർക്കര വരട്ടി. ശർക്കര വരട്ടിയും കായ വറുത്തതും ഇലയിൽ വിളമ്പാതെ ഓണസദ്യ പൂർണ്ണമാവില്ല അല്ലേ. പൊതുവെ അത് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും കടയിൽ നിന്ന് വാങ്ങാറാണ് പതിവ്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി മുതൽ വീട്ടിലുണ്ടാക്കിയൊന്ന് നോക്കൂ. അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഓരോ പച്ചക്കായും എടുത്ത് അതിൻ്റെ തലയും വാലും ഒന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് അതിൻ്റെ തൊലി മൊത്തത്തിലൊന്ന് പൊളിച്ചു മാറ്റണം. ഇതിന് വേണ്ടിയിട്ട് പച്ചക്കായുടെ തൊലി പീലർ കൊണ്ട് പീൽ ചെയ്ത് കളയരുത് കേട്ടോ. ഇതുപോലെ കത്തി കൊണ്ട് വരഞ്ഞ് പൊളിച്ച് തന്നെ മാറ്റിയെടുക്കണം. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. എന്നിട്ട് ഓരോ പച്ചക്കായും എടുത്ത് അതിൻ്റെ പുറത്തുള്ള നാരിൻ്റെയും തൊലിയുടെ അംശം കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വടിച്ച് കളയാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ നല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവണം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഓരോ പച്ചക്കായും എടുത്തൊന്ന് തുടച്ച ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കനത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവണം, അതിലേക്ക് കട്ട് ചെയ്ത പച്ചക്കായ പീസസ് ഇട്ട് കൊടുക്കാം. പച്ചക്കായുടെ ആ ഒരു പശ പോലെയുള്ള ആ ഒരു കറ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നും ആ കായ പീസസ് എടുത്ത് ഒരു ടവ്വൽ കൊണ്ട് വെള്ളമൊക്കെ നൊപ്പി കളഞ്ഞ ശേഷം ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ കായ ഒട്ടും കറുത്ത് പോകില്ല. നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. പച്ചക്കായ ക്രിസ്പി ആയിട്ട് വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഓയിലിലേക്കിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്പി ആയ പോലെ തോന്നും, പക്ഷേ ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. ഉള്ളി സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ശർക്കര വരട്ടിയെടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ള മസാലപ്പൊടി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ചോറ് വെക്കുന്ന മട്ട അരി ഒന്ന് വറുത്തെടുക്കണം. അത് പൊട്ടി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ടൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ചുക്കും ചെറുജീരകവും ഏലക്കയും കുരുമുളക് പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ മസാല പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കാം. നല്ല വിസ്താരമുള്ള ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ പച്ചക്കായ്ക്ക് 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒരു നൂൽ പാകമാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പ്, 1 സ്പൂൺ നെയ്യ്, നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടിയിൽ നിന്നും 1 സ്പൂൺ ആ പൊടിയും ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാവ് ഒരു നൂൽ പരുവമാകുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ കായ കഷ്ണത്തിലും ആ ഒരു ശർക്കര പാവ് നന്നായിട്ട് കോട്ടായിട്ട് വരണം. എല്ലാ കായ കഷ്ണങ്ങളിലും ശർക്കരപ്പാവ് നന്നായിട്ട് കോട്ടായി കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് വരുന്നതിനനുസരിച്ച് ഓരോ ശർക്കര വരട്ടിയും വിട്ട് വരും. വീണ്ടും പൊടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് ഈ ഒരു പരുവം എത്തുമ്പോൾ പൊടി ഇട്ട് കൊടുക്കുന്നത് നിർത്താം. ചൂടാറി കഴിയുമ്പോൾ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഒരേ ഒരു കാര്യം മാത്രമേ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൂ. ഒരിക്കലും ശർക്കരപ്പാവ് 1 നൂൽ പരുവം എത്തുന്നതിന് മുൻപായിട്ട് വറുത്ത കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ 2 നൂൽ പരുവം എത്താനായിട്ട് നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കണം. 1 നൂൽ പരുവം എത്തുന്നതിന് മുൻപ് തന്നെ കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശർക്കര വരട്ടി ഒരിക്കലും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. കായ കഷ്ണങ്ങളെല്ലാം കുതിർന്നു പോകും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.